മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആധുനിക സഭയുടെ അമരക്കാരനായി പോപ്പ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന കർദിനാൾ 267 മാർപ്പാപ്പയായി ലിയോ 14 എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആഗോള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ്. കർത്താവ് തൻ്റെ സഭയെ നയിക്കുന്നതിനായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ 69 വയസ്സിൽ ലിയോ 14 എന്ന നാമ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ ആധികാരിയായി, സഭയുടെ ആധുനിക സഭയുടെ അമരക്കാരനായി, മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കൻ പൗരത്വം ഉള്ള അദ്ദേഹം ചിക്കാഗോ എന്ന സ്ഥലത്ത് 1958 അദ്ദേഹം ജനിക്കുക. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, പിതാവ് ലൂയിസ് മാരിയോസ് പ്രവോസ്റ്റ്, അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മിൽട്ടൺ മാർട്ടീനസ് സ്പെയിൻകാരിയായിരുന്നു. 1955 അദ്ദേഹം ചിക്കാഗോയിൽ ജനിച്ചത്. 3 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം ലാറ്റിൻ അമേരിക്കയിലെ പെറു എന്ന സ്ഥലത്ത് ചിക്കാഗായ എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം കുടിയേറി പാർക്കുകയാണ്. ചിക്കാലായോ എന്ന രൂപതയുടെ ബിഷപ്പായിട്ടാണ് പിന്നീട് അദ്ദേഹം നിയമിതനാകുക. അദ്ദേഹം പഠിച്ചതും തിയോളജിയും മറ്റ് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളുമെല്ലാം പഠിച്ചത് ചിക്കാഗോയിൽ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം അറിയപ്പെടുക ലാറ്റിൻ അമേരിക്കയുടെ കർദിനാൾ, ലാറ്റിൻ അമേരിക്കയുടെ മിഷണറി എന്നാണ്. നീണ്ട കാലഘട്ടം അദ്ദേഹം പെറുവിലെ ചിക്ലായോ എന്ന രൂപതയുടെ ബിഷപ്പായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. 2023 അദ്ദേഹത്തെ കർദിനാളായി ഇപ്പോൾ നമ്മൾ സ്മരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിക്കുക. അതിനുശേഷം റോമിലെ വൈദികരുടെ പ്രത്യേക ശാഖയായ ഡെസ്കാസ്ട്രിയുടെ അധിപനായി അദ്ദേഹം ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് മാതാവിൻ്റെ ദിവസമായ മെയ് 8 അദ്ദേഹം 267 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ലിയോ 14 എന്ന പേരിൽ അദ്ദേഹം നാമം സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് സഭയുടെ അമരക്കാരനായി മാറിയത്. ജനത്തെ മുഴുവനും, ആഗോള സഭയെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ്: നിങ്ങൾക്ക് സമാധാനം. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാരെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ അതേ വാചകം തന്നെയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, മനുഷ്യരുടെ ഇടയിൽ സമാധാനം. ഇന്ന് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സമാധാനത്തിൻ്റെ ദൂതനായിട്ടാണ് ലിയോ 14 മാർപ്പാപ്പ കടന്നു വരിക. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് സമാധാനപരമായി ജീവിക്കുവാൻ ജനങ്ങളെ, തൻ്റെ സഭയെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. നമുക്ക് സന്തോഷിക്കാം. സമാധാനം ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ തന്നെ അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ പെറു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർദിനാളായിരുന്നപ്പോഴും അതുപോലെ ബിഷപ്പായിരുന്നപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്കും, സമൂഹത്തിൽ നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, അസമാധാനമുള്ളവർക്കും കർത്താവിൻ്റെ
സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി കാണിച്ചു തരുവാൻ പുതിയ മാർപ്പാപ്പയ്ക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് അദ്ദേഹത്തോടൊപ്പം അണിനിരക്കാം, സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം.